ഹലോ എവരിവൺ, എല്ലാവർക്കും ASD അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കമ്പനി ബോഡി LGSന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അല്ലേ. നമ്മുടെ ഈ വർഷത്തെ അവസാനത്തോടു കൂടി തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഈ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാവുന്ന സംശയം ഒന്നാണ് ഈ പറഞ്ഞ കമ്പനി ബോർഡ് LGS എന്താണ്, അതേപോലെ തന്നെ എങ്ങനെയായിരിക്കും അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്, ഏജ് ലിമിറ്റ് എങ്ങനെയായിരിക്കും, ഓക്കെ, എവിടെയാണോ അപേക്ഷിക്കാൻ സാധിക്കുക, എവിടേക്കാണ് പോസ്റ്റിംഗ് വരിക അല്ലേ, ഇത്തരമുള്ള ഒരുപാട് സംശയങ്ങൾ മുന്നിലേക്ക് കാണും അല്ലേ. അപ്പോൾ അത്തരം സംശയങ്ങൾക്ക് ഉത്തരവാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഓക്കെ അപ്പം കഴിഞ്ഞ വർഷങ്ങളിലെ നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന തൊട്ട് മുമ്പത്തെ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2021 കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത് വിളിച്ചിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ ആണെങ്കിൽ കാറ്റഗറി നമ്പർ 609/2021 പറയുന്നത് കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ എന്തിലേക്കാണ് വിളിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വേരിയസ് ഗവൺമെന്റ് ഓൺ കമ്പനീസ് ഓർ കോർപ്പറേഷൻസ് ഓർ ബോർഡ്സിലേക്കാണ്. അതായത് ഗവൺമെന്റിന്റെ കീഴിൽ, അതായത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കീഴിൽ തന്നെ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് കമ്പനികളുണ്ട്. ഓക്കെ, ഗവൺമെന്റ് ഓണ്ടും അതേപോലെ തന്നെ ഗവൺമെന്റ് നടത്തുന്നതായിട്ട് ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. അത്തരത്തിലുള്ള ഒരുപാട് കമ്പനികളിലേക്കാണ് എന്ത് വിളിക്കുന്നത്, ഈ പറഞ്ഞ കമ്പനി ബോർഡ് വിളിക്കുന്നത്. ഓക്കെ ഈ പറഞ്ഞ കമ്പനി ബോർഡുകളിലേക്ക് എന്താണ് വിളിക്കുന്നത്, അവിടേക്കാണ് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് പോകുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ഓക്കെ, ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന ബോർഡുകളുണ്ട്, ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷനുകളുണ്ട്, ഗവൺമെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട് അല്ലേ. ഒരുപാട് കമ്പനി നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും അല്ലേ. അത്തരത്തിൽ തന്നെ ഒരുപാട് കമ്പനികളിലേക്കാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ പോസ്റ്റിംഗ് നിങ്ങൾക്ക് വരിക എന്ന് പറയുന്നത്. പോസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് ആണ്, നമ്മൾ പറയുന്ന പോലെ LGS ആണ്. ഓക്കെ, എന്താണ് LGS ആണ് പറയുന്നത്, ഈ പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് LGS ആണ്. അതേപോലെ തന്നെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. സാധാരണ എനിക്കറിയാം നമ്മുടെ സാധാരണ എക്സാമിനേഷൻസിന് പൊതുവെ എന്ത് ചെയ്യും, പേ ഓഫ് സ്കെയിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യും അവർ തരുന്നതായിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ബോർഡ് LGSന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനി ഏതാണ്, അല്ലെങ്കിൽ ബോർഡ് ഏതാണ്, കോർപ്പറേഷൻ ഏതാണ്, അത് അടിസ്ഥാനപ്പെടുത്തി എന്ത് ചെയ്യും, നിങ്ങൾക്ക് പേ സ്കെയിലിൽ വ്യത്യാസം വരുന്നതായിരിക്കും. ഓക്കെ അപ്പോൾ പേ സ്കെയിൽ എന്ത് ചെയ്യും, ചില കമ്പനി ചില വ്യക്തികൾക്ക് അല്ലെങ്കിൽ ചില കമ്പനികൾ ജോലി ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ കൂടുതലായിരിക്കും, ചില ആളുകൾ കുറവായിരിക്കും. അപ്പോൾ അത് കമ്പനികളെ എന്ത് ചെയ്യും, ബേസ് ചെയ്ത് ഇരിക്കും. അപ്പോൾ നിങ്ങൾ ഏത് കമ്പനിയിലാണ് ജോയിൻ ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഏത് ബോർഡിലാണ്, ഏത് കോർപ്പറേഷനിലാണ്, ഏത് കമ്പനികളാണുള്ള അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നിങ്ങളെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. പക്ഷേ വളരെ നല്ലൊരു പേ സ്കെയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, വളരെ നല്ല പേ സ്കെയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പൊതുവായിട്ട് എന്ത് ചെയ്യും, വേക്കൻസികൾ പൊതുവെ ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കാറ്. ഓക്കെ, അതേപോലെ തന്നെ മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് പൊതുവെ വിളിക്കാറ്. അതേപോലെ തന്നെ ഏജ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGSന്റെ പ്രായപരിധി എന്ന് പറയുന്നത്. അതാണ് 18 മുതൽ 36 വയസ്സ് വരെയാണെന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGSന്റെ പ്രായപരിധി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഓക്കെ, ഇതിനകത്ത് തന്നെ SC, അത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് വിഭാഗത്തിൽപ്പെടുന്നവർക്ക്, അതേപോലെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സുകളിൽ പെടുന്ന OBC വിഭാഗത്തിൽപ്പെടുന്നവർക്കൊക്കെ ഏജ് റിലാക്സേഷൻ നൽകുന്നതായിരിക്കും. ഓക്കെ, ഈ പറയുന്ന SC ST ആയിക്കോട്ടെ OBC പൊതുവെ ഇപ്പോൾ ഏജ് റിലാക്സേഷൻ കണ്ടുവരാറുണ്ട്. ഓക്കെ, അതായത് SC ഇപ്പോൾ OBC കാറ്റഗറീസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 വർഷം അടുപ്പിച്ച് എന്ത് ചെയ്യും, ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ SC ST ആണെങ്കിൽ 5 വർഷം അടുപ്പിച്ച് എന്ത് ചെയ്യും, പൊതുവെ ഏജ് റിലാക്സേഷൻ കൊടുത്തു വരാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 18 മുതൽ 36 വയസ്സിലാണ് ജനറൽ പ്രായം പറയുന്നെങ്കിലും നിങ്ങൾക്കൊരു 39 വയസ്സിൽ, OBC കാറ്റഗറി ആണെങ്കിൽ 39, ഒരു 39-40 വയസ്സ് വരെയും, അതേപോലെ തന്നെ ഒരു SC ST വിഭാഗത്തിൽപ്പെടുന്ന 41-42 വയസ്സ് വരെ നിങ്ങൾക്കൊരു ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇപ്പോൾ എവിടേക്കാണ് ജോലി വരുന്നത് മനസ്സിലായി കാണുമല്ലോ. അതായത് ഗവൺമെന്റ് ഓൺഡ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രധാനമായിട്ടും കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളിലേക്കായിരിക്കും നിങ്ങളെ എന്ത് ചെയ്യുന്നത്, കമ്പനികളാവാം, ബോർഡുകളാവാം, കോർപ്പറേഷൻ, ഇപ്പോൾ ഖാദി ബോർഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇത്തരത്തിലുള്ള ബോർഡുകളിലേക്കാവാം, കോർപ്പറേഷനുകളിലേക്കാവാം, ഓക്കെ, കമ്പനികളിലേക്കാവാം അവർ പറയുന്നത് എവിടേക്കാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ പോസ്റ്റിംഗ് മറ്റും വരുന്നത്. ഓക്കെ, ഏജ് റിലാക്സേഷൻ മനസ്സിലായല്ലോ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ 8ാം ക്ലാസ് ആണ് പൊതുവെ എന്ത് ചെയ്യുന്നത് പറയുന്നതാണ്. 8ാം ക്ലാസ് എന്ത് ചെയ്യുക, പൊതുവെ പറയുന്നത് ഏകദേശം 10ാം ക്ലാസ് ഒക്കെ ഉണ്ടായിരിക്കും, വളരെ നന്നായിരിക്കും. ഓക്കെ, 10ാം ക്ലാസ് അനുബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് എന്ത് ചെയ്യും, പൊതുവെ അയക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പറഞ്ഞ കമ്പനി ബോർഡ് LGSന്റെ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 10 ആയിക്കോട്ടെ, +2 ആയിക്കോട്ടെ, അത് വേണ്ടൊക്കെയുള്ള എന്ത് ചെയ്യും, തൊട്ട് മുകളിൽ 8ന് വേണ്ടേക്കോട്ടുള്ള അത്യാവശ്യം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കെല്ലാം പൊതുവെ അയക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന്റെ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അതായത് ഇതിനകത്ത് തന്നെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, വുമൺ അല്ലാത്ത ആളുകൾക്കായിട്ട് അല്ലെങ്കിൽ സൈക്ലിംഗ് മറ്റും അറിയണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു തൊട്ട് മുമ്പത്തെ നോട്ടിഫിക്കേഷനകത്ത്. ഓക്കെ,
അപ്പം ഇതായത് നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് പറയുന്നത്. ഓക്കെ, നല്ലൊരു ജോലിയാണ് പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പേ സ്കെയിലൊക്കെ നൽകുന്ന ഓക്കെ നമ്മുടെ കേരള നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന എക്സാമിനേഷൻസ് ആണ് കമ്പനി ബോർഡ് LGSന്റെ എന്ന് പറയുന്നത്. ഓക്കെ, 8ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഓക്കെ 8ാം ക്ലാസ് അല്ലെങ്കിൽ അതിന്റെ തത്തുല്യതയും പറയുന്നു. ഓക്കെ, 8ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റുമെന്നാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന്റെ എക്സാമിനേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് തൊട്ട് മുകളിലായിട്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യും, അടുത്തിടെ തന്നെ എന്ത് ചെയ്യും, അടുത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ തന്നെ എന്ത് ചെയ്യും, ഉടനെ തന്നെ എന്ത് ചെയ്യും, PSC എന്ത് ചെയ്യും നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത് ആയിരിക്കും. ഓക്കെ, തൊട്ട് മുൻ വർഷങ്ങൾ മാറ്റി അവർ നോട്ടിഫിക്കേഷൻ ഇറക്കി എക്സാമിനേഷൻസ് കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് മറ്റ് പബ്ലിഷ് ചെയ്ത റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാറിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഈ അടുത്ത നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യും പ്രതീക്ഷിക്കും. കാരണം ഈ വർഷം നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാൽ തന്നെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അടുത്ത വർഷങ്ങളിൽ എക്സാമിനേഷൻ നടത്തി അടുത്ത വർഷങ്ങളിലായിട്ട് എന്ത് ചെയ്യുക, ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് മറ്റ് പബ്ലിഷ് ചെയ്ത് ആളുകളെ ഈ പറഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറഞ്ഞ കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അത്തരത്തിൽ കമ്പനി ബോർഡ് LGSന് വേണ്ടി പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബാച്ച് നമ്മുടെ ASLB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ എല്ലാ ദിവസവും എങ്ങനെ പഠിക്കണം, ഓക്കെ എത്രയൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞു വരുന്ന ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ ലഭിക്കുന്നുണ്ട്. വീക്കിലി മോക്ക് ടെസ്റ്റുകളുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട്. മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പാക്കേജാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത് പറയുന്നത്. അതായത് നിങ്ങളുടെ ഫുൾ സിലബസ് ഓക്കെ, നിങ്ങളുടെ സിലബസ് എന്താണ് അത് മൊത്തത്തിൽ കവർ ചെയ്ത് നിങ്ങളെ പഠിക്കേണ്ടത് എന്താണെന്ന് അങ്ങനെ മനസ്സിലാക്കി അപ്പോൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിച്ചെന്ന് അപ്പോൾ ഓരോ ദിവസം നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കണം എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ പരീക്ഷ എന്താണെന്ന് ആദ്യമേ തന്നെ മനസ്സിലാവണമെങ്കിൽ എന്ത് ചെയ്യും, ചോദ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യണം, ഒരുപാട് ഇടപഴകേണ്ട ആവശ്യമുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തന്നെ അത്തരത്തിൽ തന്നെ എന്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതായത് നിങ്ങൾക്ക് പഠിക്കുന്നതിനോട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് ചോദിച്ചാൽ നമ്മൾ എന്ത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അത്തരത്തിൽ ഡൗട്ട് ക്ലിയർ സെക്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴൊരു കാര്യം പറഞ്ഞേക്കാം, നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിക്കാനിരിക്കരുത്. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഉടനെ തന്നെ എന്ത് ചെയ്യും, ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും എക്സാമിനേഷൻസ് വരും. ഓക്കെ, അപ്പോൾ ആ എക്സാമിനേഷൻസ് നമ്മൾ ഓടി ചെന്ന് പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സിലബസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ബിഗിനറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മറ്റൊന്നിനും അപേക്ഷിക്കുന്നില്ല മറ്റൊരു എക്സാമിനേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചോളൂ. നിങ്ങളുടെ ജേർണി ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എത്രത്തോളം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ മുന്നിലേക്കുള്ള ബർഡൻ എന്ത് ചെയ്യും, കുറഞ്ഞു വരും. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് നല്ല രീതിയിൽ എന്ത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, സിലബസ് മുൻവർഷത്തെ സിലബസുകൾ മറ്റെന്ത് എടുത്ത് നിങ്ങൾ ഓടിച്ചു നോക്കുക. ഒരു സൈഡിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് കമ്പനി ബോർഡ് LGSന്റെ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റും. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റും. ആ രീതിയിൽ എന്താണ് നമ്മൾ പഠിച്ച് പോകേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വിഷനൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മോട്ടിവേഷൻ ഒക്കെ തന്നിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് എന്ത് ചെയ്യും, നമ്മൾ നിങ്ങളെ പഠിപ്പിച്ച് സെറ്റാക്കി എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ASLB അക്കാഡമി പറഞ്ഞ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ലോങ് ടൈം ബാച്ചിൽ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ASLB അക്കാഡമിയുടെ ആപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് അവിടെ നിന്ന് നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ പറഞ്ഞ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സുകൾ ഇവിടെ ഒരുപാട് സംശയം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് സിലബസ് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്, ഓക്കെ അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതായത് ഈ പറയുന്ന 9995467246 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് തരത്തിലുള്ള സംശയത്തിന് നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഉത്തരം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, എന്തൊരു സംശയം ആയിക്കോട്ടെ അതിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ മറ്റും ഉണ്ടെങ്കിലും ഓക്കെ, നമുക്ക് നമ്മളോട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിലുള്ള ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സംശയങ്ങൾ മറ്റു സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്തിടാവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നമുക്ക് എക്സാമിനേഷൻ്റെ അപ്ഡേറ്റ് ആയിക്കോട്ടെ, ബാക്കിയുള്ള അപ്ഡേറ്റുകൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം എപ്പോഴും അറിഞ്ഞിരിക്കണം, എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ASLB അക്കാഡമിയുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
ഓക്കെ, അപ്പം എന്ത് ചെയ്യാം, ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടെ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് കയറി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പൊതുവായിട്ട് വരുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ, പ്രധാനപ്പെട്ട എക്സാം നോട്ടിഫിക്കേഷൻസ്, ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അതേപോലെ കമന്റ് ബോക്സ് നിങ്ങൾക്ക് കമന്റായിട്ട് അറിയിക്കാം. അതേപോലെ നമ്മുടെ ഈ പറയുന്ന മറ്റെന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മുടെ കോഴ്സിനോട് സംശയം പറ്റുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ 555946724 നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു സംശയത്തിന് നമ്മൾ എന്ത് ഉത്തരം നൽകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടട്ടെ ആത്മാർത്ഥത ആഗ്രഹിക്കുന്നു. താങ്ക് യു.